ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം ആദ്യത്തെ 2 അധ്യായങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചു കഴിഞ്ഞു. ഇന്ന് 3-ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും വളരെ പരിചിതമായ ഒരു അധ്യായത്തിന്റെ ആദ്യത്തെ ചില വാക്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ, അതായത് താൻ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ തനിക്ക് 30 വയസ്സായിരുന്നു. അപ്പോൾ ആ പരസ്യ ശുശ്രൂഷയുടെ ആദ്യ പെസഹയില് പങ്കെടുപ്പാനായിട്ട് യെരുശലേമിലേക്ക് പോയി. അവിടെ വെച്ച് ദേവാലയത്തിന്റെ ശുദ്ധീകരണം, പ്രാവുകളെയും മറ്റും വിൽക്കുന്നവരെ പുറത്താക്കി, വൻവാണിഭക്കാരുടെ മേശകളെ മറിച്ചു കളഞ്ഞു, നാണ്യങ്ങളെ തറയിൽ തൂകിക്കളഞ്ഞു. അങ്ങനെ ദേവാലയത്തെ ശുദ്ധീകരിക്കുന്നത് നാം കാണുന്നു. ഇത് ദേവാലയത്തിന്റെ ആദ്യ ശുദ്ധീകരണം. രണ്ടാമത് മറ്റൊരു ശുദ്ധീകരണവും തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ഭാഗത്ത് താൻ വിജയശ്രീലാളിതനായി തന്റെ പ്രവൃത്തി തികച്ച് കഴുതക്കുട്ടി പുറത്ത് യെരുശലേമിലേക്ക് പോയ ശേഷം അവിടെ ചെന്ന് ആദ്യത്തെ ദിവസം അവിടെ നോക്കി കണ്ടു. അതിന്റെ പിറ്റേ ദിവസം മറ്റൊരു ശുദ്ധീകരണവും നടക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ആദ്യത്തെ ശുദ്ധീകരണത്തിന്റെ സമയത്ത് നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് അവിടുത്തെ യെരുശലേമിലെ പ്രമാണിമാര് അവനോട് ചോദിക്കുന്നു. കർത്താവ് അതിന് മറുപടി അവരോട് പറയുന്നുണ്ട്, ഈ ദേവാലയം പൊളിപ്പീൻ, ഈ ആലയം പൊളിപ്പീൻ, ഞാനത് 3 ദിവസം കൊണ്ട് പണിയും. തന്റെ ശരീരമാകുന്ന മന്ദിരത്തെ കുറിച്ചാണ് താൻ പറഞ്ഞതെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നാം ഒരുമിച്ച് ചിന്തിക്കുകയുണ്ടായി. എന്നാൽ അതിനുശേഷം നാം വായിക്കുന്നത് 2-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ, പെസഹ പെരുന്നാളിൽ യെരുശലേമിൽ ഇരിക്കുമ്പോൾ അവൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട് പലരും അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. അപ്പോ ആ ശുദ്ധീകരണമൊക്കെ അത് കഴിഞ്ഞ് കർത്താവ് അവരെ അടയാളം കാണിക്കാനായിട്ട് പറയുന്നു. എന്നാൽ കർത്താവ് അവര് പറഞ്ഞതിന്റെ ഉത്തരമായിട്ട് ഉടനെ അടയാളങ്ങൾ കാണിക്കുന്നില്ലെങ്കിലും, അത്ഭുതങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും, താൻ പിന്നീട് അത്ഭുതങ്ങൾ അതേ സമയത്ത് ആ പെസഹ പെരുന്നാളിൽ തന്നെ ചെയ്തു. അനേകര് യേശുവിൽ വിശ്വസിച്ചു എന്ന് നാം കാണുന്നു. അതിന്റെ തുടർച്ചയായിട്ടാണ് 3-ാമത്തെ അധ്യായം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി നിക്കോദിമോസ് എന്നു പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട്, റബ്ബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നിക്കോദിമോസ് യേശുവിനെ വിശ്വസിപ്പാനായിട്ട് കാരണമായി തീർന്നത് ആ പെസഹ പെരുന്നാളിൽ ആ കർത്താവ് ചെയ്ത അത്ഭുതങ്ങള്, അടയാളങ്ങള് കണ്ടിട്ടാണ്, അല്ലെങ്കിൽ അത് കേട്ടിട്ടാണ്. അങ്ങനെ നിക്കോദിമോസിനെ കുറിച്ച് പറയുന്നത് യഹൂദന്മാരുടെ പരീശന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രമാണി എന്നാണ്. NIV ബൈബിളില് പറയുന്നത് ഹി വാസ് എ മെമ്പർ ഓഫ് ദ റൂളിംഗ് ജൂയിഷ് കൗൺസിൽ എന്ന്. അതായത് ഒരു പക്ഷേ സന്നദ്രീം സംഘത്തിലെ ഒരു അംഗമായിരുന്നിരിക്കും നിക്കോദിമോസിനെ കുറിച്ച് 3 പരാമർശങ്ങളെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം കാണുന്നുണ്ട്. ഇത് ആദ്യത്തെ പരാമർശം യേശുവിന്റെ അടുക്കൽ വരുന്നത് 3-ാം അധ്യായത്തിൽ നാം കാണുന്നു. എന്നാൽ 7-ാം അധ്യായത്തിന്റെ 50-ഉം 51-ഉം വാക്യങ്ങളില് നിക്കോദിമോസ് പരീശന്മാരുടെ പ്രമാണിമാരോട്, ജൂയിഷ് കൗൺസിലിനോട് പറയുന്നു, ഒരുത്തൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് വിലയിരുത്തിയിട്ടല്ലാതെ അവനെ നമുക്ക് വിധിക്കുവാനായിട്ട് കഴിയുകയില്ലല്ലോ എന്ന് നിക്കോദിമോസ് പറയുന്നത് 7-ാം അധ്യായത്തിന്റെ 50-ഉം 51-ഉം വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ, യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 39 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിന്റെ ക്രൂശ് മരണത്തിന് ശേഷം അരിമത്തയിലെ യോസഫിനോടുകൂടെ യേശുവിന്റെ ശരീരം ക്രൂശിൽ നിന്നിറക്കി സംസ്കരിച്ചത്, കല്ലറയിൽ വെച്ചത് നിക്കോദിമോസോട് ചേർന്നാണ്. സുഗന്ധ ദ്രവ്യങ്ങളൊക്കെ ആ ദേഹത്തിൽ പൂശി കല്ലറയിൽ വെക്കുവാനായിട്ട് അരിമത്യക്കാരനായ യോസഫിനോട് കൂടെ ഉണ്ടായിരുന്നതും നിക്കോദിമോസ് ആണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലെ ആ പരാമർശം തന്നെ അവരുടെ പ്രമാണിമാരോട് താൻ സംസാരിക്കുകയാണ്. ഒരാളിനെ അവന്റെ പ്രവൃത്തി കണ്ട് വിലയിരുത്തിയിട്ടല്ലാതെ
നാം അവനെ വിധിക്കയില്ലല്ലോ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, നീയും ഗലീലക്കാരനോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഗലീലയിൽ നിന്ന് നന്മ വരികയില്ല എന്ന് നമുക്കറിയുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം നിക്കോദിമോസ് ആ ജൂയിഷ് കൗൺസിലിലെ ഒരു അംഗമായിരുന്നിരിക്കും എന്ന് തന്നെ നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. ഇവിടെ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വരുന്നത് രാത്രിയിലാണ്. ഒരു പക്ഷേ ചിലരൊക്കെ ചിന്തിക്കും നിക്കോദിമോസ് പരസ്യമായിട്ടല്ല, രഹസ്യമായിട്ട് വരുന്നതിന് വേണ്ടിയാണ് രാത്രിയിൽ വന്നത് എന്ന്. അതും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. എന്നിരുന്നാലും നിക്കോദിമോസ് രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നതിന്റെ കാരണം ജനക്കൂട്ടം എപ്പോഴും യേശുവിനോട് കൂടെയുണ്ട്. യേശു ചെയ്യുന്ന അത്ഭുതങ്ങൾ കാണുവാനും അത്ഭുതങ്ങള് രോഗസൗഖ്യം പ്രാപിക്കുവാനുമായിട്ട് അനേകര് എപ്പോഴും പകൽ സമയത്ത് യേശുവിന്റെ ചുറ്റുമുണ്ട്. എന്നാൽ രാത്രിയിലാവുമ്പോൾ യേശുവിനോട് കുറച്ചുകൂടെ സൗകര്യമായിട്ട് സംസാരിക്കുവാൻ കഴിയും എന്ന് നിക്കോദിമോസ് ചിന്തിച്ചിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല ഇവിടെ നിക്കോദിമോസ് പറയുന്നത്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. രണ്ടാമത്തെ വാക്യം, ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ എന്നുള്ള പദം അവിടെ ഉപയോഗിക്കുന്നതിന്റെ കാരണം, ഹി വാസ് റെപ്രസെന്റിങ് അതർ ഫാരിസീസ് ഓൾസോ. മറ്റ് പരീശ പ്രമാണിമാരിൽ ചിലരെങ്കിലും യേശുവിനെ കുറിച്ച് ഈ ഒരു അഭിപ്രായം പറഞ്ഞത് അവിടെ യേശുവിന്റെ അടുക്കൽ വന്ന് അവരെയൊക്കെ പ്രതിനിധീകരിച്ച് നിക്കോദിമോസ് സംസാരിക്കുകയാണ്. റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് നിനക്ക് ഈ അത്ഭുതങ്ങൾ ചെയ്യുവാനായിട്ട് കഴിയുന്നത് എന്ന് നിക്കോദിമോസ് പറയുന്നു. ഇവിടെ നിക്കോദിമോസിനെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ നിക്കോദിമോസിന്റെ പിന്നീടുള്ള ചരിത്രവും ഞാൻ പറഞ്ഞല്ലേ, യോഹന്നാന്റെ സുവിശേഷത്തില് മറ്റു 2 റെഫറൻസസ്, യേശുവിന്റെ ശവസംസ്കാരം നടത്തുന്നത് അരിമത്യക്കാരനായ യോസഫിനോട് കൂടെ നിക്കോദിമോസ് ആണ്. അപ്പൊ നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വരുന്നത് വളരെ ആത്മാർത്ഥതയോടെ സത്യം അറിയുന്നതിന് വേണ്ടി, സത്യം ഗ്രഹിക്കുന്നതിന് വേണ്ടി, സത്യം മനസ്സിലാക്കുന്നതിന് വേണ്ടി, അതിനൊരു പക്ഷേ തന്റെ സ്ഥാനമാനങ്ങളോ പദവികളോ ഒക്കെ നഷ്ടപ്പെട്ടാലും നസ്രയനായ യേശുവിനെ പിൻഗമിക്കുവാൻ ഒരു തീരുമാനത്തോടു കൂടെ അല്ലെങ്കിൽ ആത്മാർത്ഥതയോടെ ആണ് നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്നത് എന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അല്ലെങ്കിൽ അത്ര പദവിയിൽ ഇരുന്ന യഹൂദന്മാരുടെ മത കോടതിയുടെ സന്നദ്രീം സംഘത്തിലെ ഒരു അംഗമായിരുന്നവൻ യേശുവിനെ കാണുവാനായിട്ട് വരുമ്പോൾ അവന് മറ്റനേകർ എതിർക്കുമ്പോൾ ആ എതിർക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടെ നിൽക്കാതെ യേശുവിനെ അംഗീകരിക്കുവാനുള്ള ഒരു മനസ്സോടുകൂടെയാണ് നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇവിടെ നിക്കോദിമോസിനെ യേശു ഉപദേശിക്കുന്നത്, പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ അതേസമയം തന്നെ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 17-27 മത്തായി 19, 16 മുതൽ 30 വരെ, ലൂക്കോസ് 18 മുതൽ 30 വരെ, ഈ ഭാഗങ്ങളിലൊക്കെ മറ്റൊരു യങ് റൂളർ, യൗവനക്കാരനായ ഒരു പ്രമാണി യേശുവിന്റെ അടുക്കൽ വരുന്നത് നാം കാണുന്നു. അവൻ വന്ന് യേശുവിനോട് ചോദിക്കുന്നു, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാന് എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, നീ കൽപ്പനകളൊക്കെ പ്രമാണിക്കാനായിട്ട് പറഞ്ഞപ്പം പറഞ്ഞു, ഞാൻ അത് ചെറുപ്പം മുതൽ പ്രമാണിച്ച് പോരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് യേശു അവനെ നോക്കി, ഒരു കുറവ് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്ക എന്ന് പറഞ്ഞു. പിന്നീട് അവിടെ അവനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവൻ വളരെ സമ്പത്തുള്ളവനാകൊണ്ട് അവൻ യേശുവിന്റെ വചനത്തിൽ വിഷാദിച്ച് ദുഃഖിതനായി പോയിക്കളഞ്ഞു എന്നാണ് മർക്കോസ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോ ഒരു വ്യക്തി യേശുവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഇവിടെ നിക്കോദിമോസിനെയും ഈ യൗവനക്കാരനായ പ്രമാണിയെയും നാം താരതമ്യപ്പെടുത്തി ചിന്തിക്കുമ്പോൾ, നിക്കോദിമോസ് ജൂയിഷ് കൗൺസിലിലെ, റൂളിംഗ് കൗൺസിലിലെ ആ ഭരണം നിർവഹിക്കുന്ന യഹൂദ മത ഭരണ നിർവഹണ സമിതിയിലെ ഒരു അംഗമായ നിക്കോദിമോസ് വന്ന് യേശുവിന്റെ അടുക്കൽ വന്ന് യേശുവിനെ പിൻപറ്റുന്നവനായി തീരുന്നു. യേശുവിന്റെ ഉപദേശം കേട്ട് അത് കൈക്കൊള്ളുന്നവനായി തീരുന്നു. എന്നാൽ മറ്റേ ആ യൗവനക്കാരനായ പ്രമാണി വന്നിട്ട് അവൻ എല്ലാ ന്യായപ്രമാണവും അതുപോലെ ആചരിക്കുന്നവൻ എന്ന് അവനെ കുറിച്ച് തന്നെ പറയുമ്പോൾ അവൻ വളരെ വിഷാദിച്ച് ദുഃഖിതനായി യേശുവിന്റെ അടുക്കൽ നിന്ന് പൊയ്ക്കളഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. ഇത് നമ്മെ എന്താണ് പഠിപ്പിക്കുന്നത്? പലരും ദൈവസന്നിധിയിൽ വന്നിട്ടും യഥാർത്ഥ രൂപാന്തരം പ്രാപിക്കാത്തത്, ചിലതെല്ലാം വിട്ടുപിരിയുവാൻ മനസ്സില്ലാത്തത്. നിക്കോദിമോസ് യേശുവിന്റെ അടുക്കൽ വന്ന അതേ ചിന്തയോടെ, അതേ മനോഭാവത്തോടെ അല്ല
ആ യൗവനക്കാരനായ പ്രമാണി വന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാനായിട്ട് കഴിയും. അപ്പോ ഓരോരുത്തരും യേശുവിന്റെ അടുക്കൽ എങ്ങനെയാ വരുന്നത്? ചിലരൊക്കെ രക്ഷിക്കപ്പെടാത്തത് എന്താണ്, യഥാർത്ഥമായി ഈ വിശ്വാസത്തിൽ വരാത്തത് എന്താണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കുമായിരിക്കും. വളരെ നന്നായിട്ട് ജീവിക്കുന്നവർ, ആ യൗവനക്കാരനായ പ്രമാണിയെ പോലെ എല്ലാ ന്യായപ്രമാണവും പാലിച്ച് ജീവിക്കുന്നവൻ, ദശാംശം കൊടുക്കുന്നവർ, എന്നാൽ യഥാർത്ഥ ഒരു രൂപാന്തരത്തിന്റെ അവസ്ഥയിലേക്ക് ചിലരൊക്കെ കടന്നു വരാത്തതിന്റെ കാരണം അവരുടെ ജീവിതത്തിൽ ഏതോ ചിലതൊക്കെ വിട്ടുപിരിയുവാൻ അവർക്ക് കഴിയാത്തത് കൊണ്ട്. നമുക്കത് വ്യക്തമായിട്ടും, എന്നാൽ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം, ഹൃദയങ്ങളെയും അന്തരീന്ദ്രങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവം, ഓരോ വ്യക്തിയും എന്ത് ചിന്തയോടാണ്, ഏത് മനോഭാവത്തോടെയാണ് ദൈവസന്നിധിയിൽ അടുത്തു വരുന്നത് എന്ന് ശോധന ചെയ്യുന്ന ദൈവം. നിക്കോദിമോസ് യേശുവിനെ പിൻപറ്റുന്നവനായി, യേശുവിനെ ശുശ്രൂഷ ചെയ്യുന്നവനായി, അനുഗ്രഹിക്കപ്പെട്ടവനായി തീർന്നെങ്കിൽ ആ യൗവനക്കാരനായ പ്രമാണിക്ക് അത് കഴിയുന്നില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതുപോലെ യഹൂദ മതമേധാവി എന്ന സ്ഥാനം, അല്ലെങ്കിൽ ആ പ്രമാണി എന്ന സ്ഥാനവും പദവിയും ഒന്നും യേശുവിന്റെ അടുക്കൽ വരുന്നതിനോ പഠിക്കുന്നതിനോ പിന്നീട് യേശുവിനെ പിൻപറ്റുന്നതിനോ അവന് തടസ്സമായി തീർന്നു. അപ്പോ കർത്താവ് ഈ യങ് റൂളർ, യൗവനക്കാരനായ പ്രമാണി വന്നിട്ട് പോകുമ്പോൾ പറയുകയാണ്, എന്റെ പേരിൽ അപ്പനെയോ അമ്മയോ സഹോദരയോ നിലങ്ങളെയോ ഒക്കെ വിട്ടുപിരിയുവാൻ കഴിയുന്നില്ല എങ്കിൽ, വിട്ടുപിരിയുന്നുവെങ്കിൽ അവൻ ഈ ലോകത്തിൽ തന്നെ 100 മടങ്ങ് പ്രതിഫലം ലഭിക്കും എന്ന് കർത്താവ് പറയുന്നു. അപ്പോ നമ്മള് കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ നമുക്കുള്ളതൊക്കെ വിട്ടുപിരിയുവാൻ, റിലിംഗ്വിഷ് എന്നൊരു വാക്കുണ്ട് ഇംഗ്ലീഷില്, ത്യജിക്കുവാനായിട്ട് നമുക്ക് കഴിയണം. നിക്കോദിമോസിന്റെ ജീവിതം നോക്കിയാൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ ആ ശിഷ്യനായിരിക്കുന്നതിന് കൊടുക്കേണ്ട വിലയെക്കുറിച്ച് അവിടെ പറയുന്നു. കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. എന്നെ തന്റെ അപ്പനെയും അമ്മയെയും സഹോദരനെയും സഹോദരിയെയും മക്കളെയും നിലങ്ങളെയും ഒക്കെ ത്യജിക്കുകയും ചെയ്യാതിരിക്കുന്നവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. കർത്താവ് 2 നെഗറ്റീവ് പറഞ്ഞിട്ട് അതൊരു പോസിറ്റീവിലേക്ക് കൊണ്ടുവരും. അതുപോലെ പറയുന്നു, നാൾതോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല. അപ്പോ കർത്താവിന്റെ അടുക്കലേക്ക് വരുമ്പോൾ സ്വന്തം ജീവനേക്കാൾ അധികം, മറ്റ് ഏത് സ്ഥാനമാനങ്ങളെക്കാൾ അധികം, വസ്തുവകളെക്കാൾ അധികം കർത്താവിനെ സ്നേഹിപ്പാൻ, മാതാപിതാക്കളെ വെറുക്കുക എന്നുള്ളതല്ല അവിടെ പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 10:27 നമുക്ക് കാണുവാനായിട്ട് കഴിയും, എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ സഹോദരനെയോ സഹോദരിയോ മക്കളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. അപ്പൊ ഒരു ലവ് ലെസ് പ്രിൻസിപ്പിൾ ആണ് ഡിസൈപ്പിൾഷിപ്പിന് ആവശ്യമായിരിക്കുന്നത്. ശിഷ്യത്വത്തിന് എന്നേക്കാൾ അധികം, ഏറ്റവും ഉപരിയായി, ലവ് പ്രൈസ് സുപ്രീംലി, എല്ലാറ്റിലും ഉപരിയായി കർത്താവിനെ സ്നേഹിക്കുന്നവൻ, സേവിക്കുന്നവൻ, അങ്ങനെ ഒരു സമർപ്പണത്തോടെ അടുത്തു വരുന്നവന് അവന്റെ ജീവിതം കർത്താവിനെ പിൻപറ്റുന്നതിന് അനുഗ്രഹിക്കപ്പെട്ടതായി തീരുന്നതിനും ഇടയാകും. നിക്കോദിമോസിന്റെ ജീവിതം അതാണ് നമ്മെ ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും കർത്താവ് നിക്കോദിമോസിനോടുള്ള സംഭാഷണം നമുക്ക് നോക്കാം. ജീസസ് സ്ട്രൈറ്റ് അവേ ഗെറ്റ് ഇൻ ടു ദ ബിസിനസ്. കർത്താവ് നേരെ നിക്കോദിമോസ് വന്ന് പറയുന്നത് തന്നെ ഒന്നും അതിനൊരു മറുപടി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്നവനായത് കൊണ്ടാണ് നിനക്ക് ഈ അടയാളങ്ങൾ അത്ഭുതങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നത് എന്നൊക്കെയുള്ള പ്ലസന്ററീസ് ഓഫ് നിക്കോദിമോസ് പറഞ്ഞ നല്ല വാക്കുകളിൽ ഒന്നും കർത്താവ് അതിനോട് പ്രതികരിക്കുന്നില്ല. കർത്താവ് നേരിട്ട് കാര്യത്തിലേക്ക് കടക്കുകയാണ്. ചോദിക്കുന്നു, 3-ാമത്തെ വാക്യം, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. സ്ട്രൈറ്റ് അവേ കർത്താവ് നേരിട്ട് ആ കാര്യങ്ങള് നിക്കോദിമോസിനോട് പറയുകയാണ്. പുതുതായി ജനിക്കണം എന്നുള്ള കാര്യം അവിടെ യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ബോൺ അഗെയിൻ ഓർ റീബർത്ത് എന്നുള്ള കാര്യം യോഹന്നാൻ ഇവിടെ അവതരിപ്പിക്കുകയാണ്. കർത്താവ് വളരെ വ്യക്തമായിട്ട് പറയുന്നു, വീണ്ടും ജനിച്ചില്ല എങ്കിൽ, പുതുതായി ജനിച്ചില്ല എങ്കിൽ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ, 5-ാമത്തെ വാക്യം പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. No one can enter into the kingdom of God unless they are born of water and the Holy Spirit.
നോ വൺ ക്യാൻ എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഗോഡ്. ആർക്കും കഴിയുകയില്ല. ഇന്നും പലരും ചോദിക്കും, ചിലരൊക്കെ നല്ലതായിട്ട് ജീവിക്കുന്നുണ്ടല്ലോ. പലരും ചിലപ്പോഴൊക്കെ, പഴയ കാലത്തെ ഒരു ചർച്ചയായിരുന്നു, ഗാന്ധിജി സ്വർഗത്തിൽ പോകുമോ? ഗാന്ധിജി ഒത്തിരി നല്ലതായിട്ട് ജീവിച്ചു, അതുകൊണ്ട് ഗാന്ധിജി സ്വർഗത്തിൽ പോകും എന്നൊക്കെയുള്ള ചിന്ത പണ്ടൊക്കെ, അല്ലേ, അതൊരു വലിയ തർക്ക വിഷയമായതായിട്ടും പഴയ കാലത്ത് കേട്ടിട്ടു. നമ്മളൊക്കെ ചിന്തിക്കും, ഇന്നവരൊക്കെ ഇത്രയും നല്ലതായിട്ട് ജീവിക്കല്ലേ, അവര് സ്വർഗത്തിൽ പോകത്തില്ലേ? നമ്മൾ പുറമെ നോക്കുമ്പോൾ നമുക്ക് അനേകരെ വളരെ നന്നായിട്ട് ജീവിച്ചവരോ അവര് സ്വർഗത്തിൽ പോകും എന്നാ നമ്മൾ ചിന്തിക്കും. എന്നാൽ ഇവിടെ കർത്താവ് വ്യക്തമായിട്ട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ കടപ്പാനായിട്ട് കഴിയുകയില്ല. 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഇംഗ്ലീഷിലെ ഇങ്ങനെയാണ്: ജീസസ് ആൻസേർഡ്, വെരി വെരി ട്രൂലി ഐ ടെൽ യു, no one can enter the kingdom of God unless they are born of water and the Spirit. No one can enter the kingdom of God unless they are born of water and the Spirit. കർത്താവ് വളരെ, വാട്ട് എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ്, വാട്ട് എ ക്ലിയർ ഡിക്ലറേഷൻ. എത്ര വ്യക്തമായ ഒരു പ്രസ്താവനയാണ്. വീണ്ടും ജനിക്കാതെ, വീണ്ടും ജനനത്തിന്റെ അനുഭവമില്ലാത്ത ഒരു വ്യക്തിക്കും ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, നാം നമ്മെ തന്നെ യഥാർത്ഥമായി ഒരു വീണ്ടും ജനന അനുഭവം നമുക്കുണ്ടോ എന്ന് നമ്മെ തന്നെ ശോധന ചെയ്യും. വൺസ് ബോൺ ഹാസ് ഫിസിക്കൽ ലൈഫ്. ഒരിക്കൽ ജനിച്ചാൽ നമ്മൾ ജഡത്തിൽ ജനിക്കുന്നു, നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് ജനിക്കുന്നു. ആ ജന്മം കൊണ്ട് നമുക്ക് ലഭിച്ചത് ഒരു ഭൗതിക ജീവനാണ്, ഒരു ഫിസിക്കൽ ലൈഫാണ്. എന്നാൽ വെൻ വി ആർ ട്വൈസ് ബോൺ, 2 പ്രാവശ്യം ജനിച്ചാൽ വി വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ്. നമുക്ക് നിത്യജീവൻ ലഭിക്കും. നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഒരു പ്രാവശ്യം ജനിച്ച ആളിന് 2 മരണമാണ്, അല്ലെ? ശാരീരിക മരണവും പിന്നെ ആത്മീക മരണം. 2-ാമത്തെ മരണം വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. 2-ാമത്തെ മരണം എന്താണ്? വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം, അവിടെ 2-ാമത്തെ മരണം എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സോറി, 20-ാം അധ്യായം, 20-ാം അധ്യായത്തിന്റെ 14-ഉം 15-ഉം വാക്യങ്ങള്. മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിട്ടു. ഈ തീപ്പൊയ്ക 2-ാമത്തെ മരണം. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് പുസ്തകം 20-ന്റെ 14-ഉം 15-ഉം. അപ്പൊ 2-ാമത്തെ മരണം എന്ന് പറഞ്ഞാൽ എന്താ? തീപ്പൊയ്ക. മരിച്ചു കഴിഞ്ഞ് ന്യായവിധിക്ക് ശേഷം തീപ്പൊയ്കയിലേക്ക് തള്ളിയിടുന്നതായിട്ടുള്ള ഒരവസ്ഥ, അതാണ് 2-ാമത്തെ മരണം. അതുകൊണ്ട് ഒരു പ്രാവശ്യം ജനിച്ച ആളിന് എത്ര മരണമുണ്ട്? 2 മരണമുണ്ട്. നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. ഒന്ന് ഫിസിക്കൽ ഡെത്ത്, ശരീരത്തിന്റെ മരണം. 2 തീപ്പൊയ്കയിൽ വീഴുന്ന 2-ാമത്തെ മരണം. എന്നാൽ 2 പ്രാവശ്യം ജനിച്ച ആളിന് ഒരു മരണമേ ഉള്ളൂ, ശാരീരിക മരണം മാത്രമേ ഉള്ളൂ. ആ ശാരീരിക മരണത്തിന് ശേഷം നിത്യമായി കർത്താവിനോട് ചേരുന്ന അവസ്ഥയിലേക്ക്, ആ നിത്യ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വൺസ് ബോൺ വിൽ ഗിവ് us ഫിസിക്കൽ ലൈഫ്. ഒരിക്കൽ ജനിച്ചാൽ വി വിൽ ഹാവ് ഫിസിക്കൽ ലൈഫ്, നമുക്ക് ശാരീരിക ജീവൻ ലഭിക്കും. ബട്ട് വെൻ വി ബോൺ ട്വൈസ്, നാം 2 പ്രാവശ്യം ജനിച്ചാൽ വി വിൽ ഹാവ് ഇറ്റേണൽ ലൈഫ്, നമുക്ക് നിത്യജീവൻ ലഭിക്കും. ഒരു പ്രാവശ്യം ലഭിച്ചവന് ഭൗതിക ജീവൻ മാത്രം, 2 പ്രാവശ്യം ജനിച്ചവന് നിത്യജീവനുണ്ട്. അതാണ് ബോൺ അഗെയിൻ എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിൽ കടപ്പാൻ നിത്യജീവൻ ഉള്ളവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശനമുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും 36-ാമത്തെ വാക്യത്തിലും ഇത് തന്നെ നാം കാണുന്നുണ്ട്. 15 മുതൽ 18 വരെയുള്ള വാക്യം, അതിലെ 18 തൊട്ട് നമുക്ക് വായിക്കാം. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. 18-ാമത്തെ വാക്യം മാത്രം വായിക്കുന്നു. ഇനി 36-ാമത്തെ വാക്യം, 3-ന്റെ-36, പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല, ദൈവക്രോധം അവന്റെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. പുത്രനിൽ വിശ്വസിക്കുന്നെങ്കിൽ മാത്രം
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചെങ്കിൽ മാത്രം, വീണ്ടും ജന്മം പ്രാപിച്ചെങ്കിൽ മാത്രം ഒരുവന് നിത്യജീവൻ പ്രാപിക്കുവാനായിട്ട് കഴിയും. ആ വീണ്ടും ജനനം എന്ന് പറയുന്നത്, ബോൺ അഗെയിൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റീബർത്ത് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ദ ലാർജർ പാർട്ട് ഓഫ് സാൽവേഷൻ. രക്ഷ എന്നുള്ള വലിയ ലാർജർ പ്ലാനിന്റെ ആദ്യത്തെ പടിയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. വീണ്ടും ജനനത്തിലൂടെയാണ് ആ രക്ഷാ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ രക്ഷാ പദ്ധതിയിലേക്ക് നാം പ്രവേശിക്കും. നമുക്കറിയാം, രക്ഷയ്ക്ക് 3 അവസ്ഥകളുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാൻ കർത്താവായ യേശുക്രിസ്തുവിനെ വിശ്വസിച്ചപ്പോൾ ദൈവ പൈതലായി തീർന്ന് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ആ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു. അത് ആദ്യത്തെ പടി. അതിലൂടെ വീണ്ടും ജനന അനുഭവത്തിലേക്ക് വരികയാണ്. എന്നാൽ ദിനംതോറും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നാം ഈ പാപലോകത്തിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ ജീവിക്കുന്നത് കൊണ്ട് വി ആർ ലിവിങ് ഇൻ ദ പ്രസൻസ് ഓഫ് സിൻ. സോ വി ആർ ബീങ് സേവ്ഡ്. അതൊരു ദിനംതോറുമുള്ള, നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, പാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ദൈവാത്മാവിന്റെ ശക്തിയാൽ ദൈവകൃപ നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നത് കൊണ്ട് പാപത്തിൽ നിന്ന് നാം രക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ, ദ കൺസ്യൂമേഷൻ ഓഫ് സാൽവേഷൻ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം സംഭവിക്കുന്നത് കർത്താവ് വരുമ്പോൾ നാം അവനെ താനിരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് കൂടെ നാം പ്രാപിച്ച് രക്ഷ പൂർത്തിയായി തീരും. അതാണ് 3 അവസ്ഥ. എന്നാൽ അതിന്റെ ആദ്യ പടി എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് വീണ്ടും ജനനം, അഥവാ റീബർത്ത് ഓർ ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്. അതെങ്ങനെയാ സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് വർക്ക് ഓഫ് റീജനറേഷൻ സ്റ്റാർട്ട്സ് അറ്റ് ദിസ് പോയിന്റ്. ഈ വീണ്ടും ജനന അനുഭവത്തിലാണ് വർക്ക് ഓഫ് റീജനറേഷൻ, വീണ്ടെടുപ്പ് പ്രക്രിയ നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കും. എന്താണ് വീണ്ടെടുപ്പ് പ്രക്രിയ എന്ന് പറയുന്നത്? വീണ്ടെടുപ്പ് പ്രക്രിയ ഇല്ലാത്തൊരു വ്യക്തി, വർക്ക് ഓഫ് റീജനറേഷൻ ഇല്ലെങ്കിൽ വി ആർ ഡീജനറേറ്റിംഗ്, ദ്രവത്വത്തിലേക്ക്, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആ നാശത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുമ്പോഴാണ്, വിടുതൽ പ്രാപിക്കുന്ന ആദ്യത്തെ പടിയാണ് വർക്ക് ഓഫ് റീജനറേഷൻ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് അത് ചെയ്തെടുക്കുന്നത്. നാശത്തിലേക്ക്, ദ്രവത്വത്തിലേക്ക് പോയിക്കൊണ്ടിരുന്ന മനുഷ്യൻ ആത്മാവിന്റെ വീണ്ടെടുപ്പിലൂടെ നിത്യജീവനിലേക്ക് കടക്കുന്ന ആ നിമിഷമാണ് വീണ്ടും ജനനം സംഭവിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് നിക്കോദിമോസിനോട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കാണുവാനായിട്ട് കഴിയുകയില്ല. അപ്പൊ ഈ സാൽവേഷനും ബോൺ അഗെയിൻ എക്സ്പീരിയൻസും തമ്മിലുള്ള വ്യത്യാസം നമുക്കൊന്ന്, സാൽവേഷന്റെ ഭാഗം തന്നെയാണ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത്. കൊച്ചുഞ്ഞുദേശി ഒരിക്കല് മാരാമണ്ണോട് കുറിയന്നൂക്ക് തന്റെ അമ്മ വീട്ടിലേക്ക് പോകുമ്പം അക്കരെ പൂവത്തൂര് കയറി, ഡേർമളയിൽ അക്കരെ പൂവത്തൂര് കയറി നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോ മാരാമണ്ണ് കപ്പ്യാരുപദേശി ഉണ്ടായിരുന്നു. കപ്പ്യാരുപദേശി ഒരു മനുഷ്യനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കും. കൊച്ചുഞ്ഞുപദേശിയുടെ വാക്കുകളിൽ പറയുന്നത്, കീരി പാമ്പിനെ വകഞ്ഞിട്ട് പിടിക്കുന്ന പോലെ ആ മനുഷ്യനോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കപ്പ്യാരുപദേശി. അങ്ങനെ പോകുമ്പോഴാണ് ഈ ചെറുപ്പക്കാരനായ കൊച്ചുഞ്ഞ് അതുവഴി പോകുമ്പം വീണ്ടും ജന്മം പ്രാപിച്ചോ, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചപ്പോ കൊച്ചുഞ്ഞുപദേശി ഇതിനങ്ങോട്ട് നീങ്ങിട്ട് പറഞ്ഞ് രക്ഷിക്കപ്പെട്ടാണ്. അപ്പൊ പറഞ്ഞു, രക്ഷ 2 ഉണ്ട് എന്ന് വിളിച്ചു പറഞ്ഞെന്നാ. രക്ഷ 2 ഉണ്ട് എന്ന് പറഞ്ഞാൽ വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടക്കുന്നത്, അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലൊരു വീണ്ടെടുപ്പ് പ്രക്രിയ ആരംഭിക്കുന്ന നിമിഷമാണ്. 1736 ആയിരിക്കും, ഞാൻ കൃത്യമായി വർഷം ഓർക്കുന്നില്ല. ഒരു മെയ് മാസം 5-ാം തീയതി 9 മണിയാകുവാൻ 15 മിനിറ്റ് ഉള്ളപ്പോൾ രാത്രി 8:45 ലണ്ടനിലെ ആൾഡേഴ്സ് ഗേറ്റ് സ്ട്രീറ്റ് ചർച്ച് എന്ന് പറയുന്ന പള്ളിയിൽ റോമാലേഖനത്തിന്റെ ആദ്യ ഭാഗം മുഖവുര കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു ചെറുപ്പക്കാരൻ. മാർട്ടിൻ ലൂതർ എഴുതിയ മുഖവുര താനെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനം ഒക്കെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു. ആ വ്യക്തി പിന്നീട് അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, മൈ ഹാർട്ട് വാസ്
സ്ട്രേഞ്ച്ലി വാംഡ്. ആ വ്യക്തിയായിരുന്നു പിന്നെ ഇംഗ്ലണ്ടിലെ വലിയ ഉണർവിന് കാരണക്കാരനായി തീർന്ന മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകനായി തീർന്ന ജോൺ വെസ്ലി. ജോൺ വെസ്ലി ആ 8:45 മണിക്ക് 1700 വർഷം ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ആ വർഷത്തിൽ മെയ് മാസം 5-ാം തീയതി ആ രാത്രിയിൽ രക്ഷിക്കപ്പെട്ടപ്പോൾ വീണ്ടും ജന അനുഭവത്തിലേക്ക് വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്റെ ഹൃദയത്തിൽ ഒരു ഒരു ചൂട് അനുഭവപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. വാം, സ്ട്രേഞ്ച്ലി വാംഡ്. ഞാൻ അതുവരെ അനുഭവിക്കാത്ത വിധത്തിൽ ഒരു ഊഷ്മളമായ ഒരു വികാരം അനുഭവപ്പെട്ടു. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ ആ അനുഭവം സംഭവിക്കുമ്പോഴാണ് വീണ്ടും ജനനത്തിലേക്ക് നാം പ്രവേശിക്കും. രക്ഷിക്കപ്പെട്ട ആ സമയം, രക്ഷിക്കപ്പെട്ട നിമിഷം ചിലരെ സംബന്ധിച്ചിടത്തോളം അത് ക്രമേണയായിരിക്കും. എന്നാൽ ആദ്യ അനുഭവം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ദൈവരാജ്യത്തിന്റെ സന്തോഷത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുന്ന അനുഭവമാണ്. 16-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലത്ത് ഭാഗത്തെന്നും പ്രമോദങ്ങളും. 36-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ദൈവം തന്റെ നിന്റെ ആനന്ദ നദി അവരെ കുടിപ്പിക്കുന്നു. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ഒരു സന്തോഷത്തിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മുടെ ഹൃദയം ആ വലിയൊരു ആനന്ദത്താൽ നിറയും. അതിനെയാണ് യഥാർത്ഥ വീണ്ടെടുപ്പ്, വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആ ഒരു അനുഭവം റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നു, ദൈവത്തിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവനുള്ളവൻ അല്ല. He who does not have the spirit of God does not belong to God. ദൈവത്തിന്റെ ആത്മാവ് ജീവിതത്തിൽ ഒരു പ്രവൃത്തി ആരംഭിക്കുക ചെയ്യും. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം, ഗലാത്യർ 4:19, അവിടെ അപ്പോസ്തലനായ പൗലോസ് ഗലാത്യരോട് പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവരായ എന്റെ കുഞ്ഞുങ്ങളെ. മലയാളത്തിൽ അത് വായിക്കുമ്പോൾ അത് ഇത്തിരി വായിക്കും, എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ ഇംഗ്ലീഷിൽ വായിക്കാം. മൈ ചിൽഡ്രൻ, for whom I am again in the pains of childbirth until Christ is formed in you. Until Christ is formed in you. ക്രിസ്തു നിങ്ങളിൽ രൂപമെടുക്കുവോളം, ഉരുവാകുവോളം, ഒരു അമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് എങ്ങനെ ആ ഗർഭധാരണം സംഭവിക്കുമോ അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായ യേശു ക്രിസ്തു ഉരുവായി തീരുന്ന അനുഭവമാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. മൈ ചിൽഡ്രൻ, ഫോർ ഹും ഐ ആം അഗെയിൻ ഇൻ ദ പെയിൻ ഓഫ് ചൈൽഡ് ബർത്ത്. ഞാൻ ഒരു സ്ത്രീ പ്രസവ വേദനപ്പെടുന്നത് പോലെ നിങ്ങളെ ചൊല്ലി എൻ്റെ കുഞ്ഞുങ്ങളെ പ്രസവ വേദനപ്പെടുന്നു. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവ് ജനിക്കണം, ഉരുവായി തീരണം. എഫേസ്യർ 3:17 നാം അത് വായിക്കുന്നുണ്ട്. ക്രിസ്തു വിശ്വാസത്തിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന്. ക്രിസ്തു വിശ്വാസത്തിൽ, കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിക്കുമ്പോഴാണ്. അടുത്തയിടെ എന്നോടൊരാൾ ചോദിച്ചു, നിത്യ വിശ്വാസ പ്രമാണം എല്ലാ ഞായറാഴ്ചയും ചൊല്ലുന്നവർ പിതാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, പുത്രനായ യേശു ക്രിസ്തുവിലും കാൽവറി ക്രൂശിലെ മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും വിശ്വസിക്കുന്നു, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ വിശ്വസിക്കുന്നു, കർത്താവിന്റെ 2ാമത്തെ വരവിൽ വിശ്വസിക്കുന്നു, ആഗോള സാർവത്രിക സഭയിൽ വിശ്വസിക്കുന്നു, പാപമോചനത്തെ കുറിക്കുന്ന സ്നാനം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് അത് വിശ്വസിക്കുന്നു. ഇതെല്ലാം ഏറ്റുപറയുന്നുണ്ട് എല്ലാ ഞായറാഴ്ചയും. അതുകൊണ്ട് ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടെന്നോ വീണ്ടും ജന്മം പ്രാപിച്ചെന്നോ നമുക്ക് പറയാൻ പറ്റുമോ? തീർച്ചയായും അതൊരു പ്രഖ്യാപനമാണ്. ഞാനതിനെ തള്ളിക്കളഞ്ഞുകൊണ്ടോ അതിന് വില കുറച്ച് കാണിച്ചുകൊണ്ടോ അല്ല പറയുന്നത്. പക്ഷേ അങ്ങനെ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയി ചൊല്ലുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ചില ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട്, കുർബാന കൊള്ളുന്നത് കൊണ്ട് വീണ്ടും ജന അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് കഴിയുമോ? വേദോസ്തം എന്താ പറയുന്നത്? ക്രിസ്തു ഉരുവാകണമെങ്കിൽ വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. മാത്രമല്ല, കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിക്കണം. പഴയ കാലത്ത് ഉപദേശിമാരൊക്കെ ചോദിക്കുമായിരുന്നു, കുഞ്ഞെ നീ രക്ഷാനിർണയം പ്രാപിച്ചു അല്ലെ, അഷുറൻസ് ഓഫ് സാൽവേഷൻ. ഇന്നത്തെ കാലത്ത് ആ ചോദ്യമൊക്കെ വളരെ കുറഞ്ഞുപോയി. രക്ഷാനിർണയം, പ്രിയമുള്ളവരെ, നമുക്ക് ഓരോരുത്തർക്കും ആ രക്ഷാനിർണയമുണ്ടോ? രക്ഷാനിർണയം എങ്ങനെയാണ് സംഭവിക്കുന്നത്? റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം നമുക്കറിയാവുന്ന വാക്യമാണ്. The Spirit of God testifies to our spirit that we are children of God. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് സാക്ഷ്യം പറയും, ഞാനൊരു ദൈവ പൈതലാണ്.
അതൊരു നിരന്തരമായ സാക്ഷ്യമാണ്. എ കോൺസ്റ്റന്റ് വിറ്റ്നസിങ് ഓഫ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ടു മൈ സ്പിരിറ്റ് ദാറ്റ് ഐ എം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവ പൈതലാണെന്ന് ഓരോ സമയം ദൈവത്തിന്റെ ആത്മാവ് എന്റെ ആത്മാവോട് സാക്ഷ്യം പറയുന്ന, അപ്പോഴാ ഈ ഹൃദയത്തിൽ കുത്തുകൊണ്ടെന്നൊക്കെ പറയുന്നില്ലേ പെന്തക്കോസ്ത് നാളിൽ. കുത്തുകൊണ്ട് ദൈവത്തിന്റെ ആത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്ന അവസ്ഥയിൽ ഹൃദയത്തിൽ കുത്തുകൊള്ളുമ്പോഴാണ് വീണ്ടും ജനനത്തിന് അത് മുഖാന്തരമായി തീരും. ചില മനസാക്ഷി അങ്ങ് തഴമ്പിച്ചിരിക്കുക, അവിടെ കുത്തൊന്നും കൊള്ളത്തില്ല. ഇപ്പൊ കേട്ട വചനം വിശ്വാസമായിട്ട് പരിണമിക്കണം. ഇതേ കാര്യം തന്നെ യോഹന്നാന്റെ ഒന്നാമത്തെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നു. ദൈവത്തിൽ നിന്ന് ജനിക്കുക എന്നാണ് യോഹന്നാൻ അവിടെ പറയുന്നത്. നമ്മുടെ സമയം വളരെ മുന്നോട്ട് പോയതുകൊണ്ട് ഞാൻ ആ വാക്യങ്ങള് റെഫറൻസ് എല്ലാം പറയട്ടെ. 1 യോഹന്നാൻ 3:1 യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യം, കാൺമീൻ നാം ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. ദൈവ മക്കൾ. 1 യോഹന്നാൻ 3:9 ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. അതേ വാക്യത്തിൽ പറയുന്നു ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. 1 യോഹന്നാൻ 4:6 1 യോഹന്നാൻ 4:6 സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. 1 യോഹന്നാൻ 5:1 യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5:4 ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. 1 യോഹന്നാൻ 5:18 ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല, ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ തന്നെത്താൻ സൂക്ഷിക്കുന്നു, ദുഷ്ടൻ അവനെ തൊടുന്നതുമില്ല. അപ്പൊ യോഹന്നാൻ ഈ നിക്കോദിമോസിനോടുള്ള സംഭാഷണം ഓർത്തായിരിക്കും താന് ഈ ലേഖനം എഴുതിയപ്പോ പറയുന്നുണ്ട് ദൈവത്തിൽ നിന്ന് ജനിക്കുക. പ്രിയമുള്ളവരെ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ ദാറ്റ് ഈസ് എ മസ്റ്റ്, ദാറ്റ് ഈസ് ആൻ ഇന്നവിറ്റബിൾ കണ്ടീഷൻ. ഒഴിച്ചുകൂടാൻ പാടില്ലാത്തൊരു വ്യവസ്ഥയാണ് ദൈവത്തിൽ. ബോൺ ഓഫ് ഗോഡ്, ദൈവത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത് എങ്ങനെയാണ്? നാം ജനിച്ചിരിക്കുന്നത് ഇപ്പം മനുഷ്യരിൽ നിന്ന്, നമ്മുടെ ഭൗതിക മാതാപിതാക്കളിൽ നിന്ന് നാം ജനിച്ചു. നമുക്ക് എല്ലാവർക്കും ഒരു അപ്പനും ഉണ്ട്, ഒരു അമ്മയുണ്ട്. സോ വി ഹാവ് ഫിസിക്കൽ പേരൻസ്. ഇൻ ദ സെയിം വേ വി ഷുഡ് ഹാവ് സ്പിരിച്വൽ പേരൻസ് ഫോർ അവർ റീബർത്ത്. നമ്മുടെ വീണ്ടും ജനനത്തിന് അതേ വിധത്തിൽ തന്നെ നമുക്ക് ആത്മീക മാതാപിതാക്കളുണ്ട്. ആ ആത്മീയ മാതാപിതാക്കളെ കുറിച്ചാണ് കർത്താവ് ഇവിടെ നിക്കോദിമോസിനോട് പറയുന്നത്. ഒന്ന് വെള്ളം, മറ്റേത് ആത്മാവ്. ഇപ്പൊ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമകാലത്ത്, ഞാൻ വളരെ വേഗത്തിൽ അങ്ങ് പറയുകയാണ്, യോഹന്നാന്റെ സുവിശേഷം 3:6 പറയുന്നു, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. ഫ്ലഷ് ഗിവ്സ് ബർത്ത് ടു ഫ്ലഷ്, ബട്ട് ദ സ്പിരിറ്റ് ഗിവ്സ് ബർത്ത് ടു സ്പിരിറ്റ്. എന്റെ മാതാപിതാക്കൾ ജഡത്തിൽ ജീവിച്ചവരായതുകൊണ്ട് അവരിൽ നിന്ന് ഞാൻ ജനിച്ചത് കൊണ്ട് എനിക്കൊരു ജഡം, ഒരു ശരീരം ലഭിച്ചു. ആ ജഡ സ്വഭാവവും അവരിൽ നിന്ന് ഞാൻ ഇൻഹെറിറ്റ് ചെയ്തു. എന്നാൽ ഞാൻ ആത്മാവിനാൽ ജനിക്കുമ്പോൾ, ദൈവവചനത്താലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ഞാൻ ജനിക്കുമ്പോൾ, ഞാൻ ദൈവത്തിന്റെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുകയാണ്. ഇത് വലിയൊരു വിഷയമാണ്. ഇത് പെട്ടെന്ന് പറഞ്ഞു നിർത്തുവാനായിട്ട് കഴിയുകയില്ല. I became partakers of the divine nature of God when I am born of God by the Spirit and the Word of God. ദൈവത്തിൽ നിന്ന് ഞാൻ ജനിക്കുമ്പോൾ, ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിക്കുമ്പോൾ, ഞാൻ എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് അവരുടെ സ്വഭാവം ഞാൻ ഇൻഹെറിറ്റ് ചെയ്തതുപോലെ, പ്രാപിച്ചതുപോലെ, ഞാൻ ദൈവത്തിൽ നിന്ന് ജനിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വഭാവം എന്നിൽ ഉണ്ടാകും. ദൈവത്തിന്റെ സ്വഭാവത്തിന് ഞാൻ പങ്കാളിയായി തീരും. അപ്പോഴാണ് ആത്മാവിന്റെ ഫലം നാം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയും. അതുകൊണ്ട് ഫിസിക്കൽ ബർത്ത് ഉള്ളതുപോലെ തന്നെ സ്പിരിച്വൽ ബർത്ത്, ദാറ്റ് ഈസ് റീബർത്ത്, ഓർ ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ബോൺ അഗെയിൻ എക്സ്പീരിയൻസ്, വീണ്ടും ജനന അനുഭവം എന്ന് പറയുന്നത്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, വെരി ട്രൂലി ഐ ടെൽ യു, നോ വൺ ക്യാൻ എൻ്റർ ദ കിങ്ഡം ഓഫ് ഗോഡ് അൺലെസ് ദേ ആർ ബോൺ ഓഫ് ദ വാട്ടർ ആൻഡ് സ്പിരിറ്റ്. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യം കാണാനായിട്ട് കഴിയില്ല. പ്രിയമുള്ളവരെ, അടുത്ത എപ്പിസോഡിൽ കുറച്ചുകൂടെ വിശദമായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഇവിടെ വെച്ച് അവിടെ അവസാനിപ്പിക്കട്ടെ. കുറച്ചുകൂടെ വിശദമായിട്ട് ആ ഭാഗം വീണ്ടും നമുക്ക്, പ്രത്യേകിച്ചും വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? പഴയ നിയമത്തിൽ വെള്ളം എന്നുള്ളത് ഫിഗറേറ്റീവ്ലി യൂസ്ഡ് ആസ് എ ക്ലെൻസിങ് ഏജന്റ്. അത് ഒരു ശുദ്ധീകരണ നിയമത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിരുന്നു.
പുതിയ നിയമത്തിലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് നമുക്ക് വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ സംസാരിക്കാം. സമയം മുന്നോട്ട് പോയത് കൊണ്ട് അവിടെ നിർത്തുകയാണ്. എങ്കിലും ഞാൻ പറയട്ടെ, കർത്താവ് പറയുന്നു, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും സ്വർഗരാജ്യത്തിൽ കടപ്പാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ എത്ര ബന്ധുക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നാം സ്നേഹിക്കുന്നവർ, നമ്മുടെ കുടുംബാംഗങ്ങൾ എത്ര പേര് സ്വർഗത്തിൽ പോകും? എത്ര പേര് ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു? നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ എത്ര പേര് സ്വർഗരാജ്യത്തിൽ പ്രവേശിച്ചു? നാം നിരന്തരം ഇടപെടുന്നവർ, നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ, നമ്മുടെ ഓഫീസിൽ നമ്മോടുകൂടെ പ്രവർത്തിക്കുന്നവർ, നമ്മുടെ കൂട്ടായ്മയിലുള്ളവർ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ഇടവകയിലുള്ളവർ, എത്ര പേര് ഈ ആത്മീയ അനുഭവത്തിലേക്ക്, വീണ്ടും ജനന അനുഭവത്തിലേക്ക് കടന്നു? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ആത്മാവിനോട് സാക്ഷ്യം പറയുന്ന ഒരനുഭവം അവർ പ്രാപിച്ചിട്ടുണ്ടോ? നാം പ്രാപിച്ചിട്ടുണ്ടോ? നമുക്കൊന്നുകൂടെ ശോധന ചെയ്യാം. ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ദൈവത്തിനുള്ളവൻ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കൂ. ദൈവത്തിൽ നിന്ന് ജനിക്കണം. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. വെള്ളത്താലും ആത്മാവും എന്നുള്ളത് നമുക്ക് വീണ്ടും വിശദമായിട്ട് കുറച്ചുകൂടെ അല്പം കൂടെ ചിന്തിക്കാനുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചിന്തിക്കാം. എന്നാൽ ഈ രാത്രി നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ, നമ്മുടെ കർത്താവെ, യഥാർത്ഥമായി ആ ഒരു അനുഭവം, വീണ്ടും ജനനാനുഭവം എൻ്റെ ഉള്ളിലുണ്ടോ? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എൻ്റെ അന്തരാത്മാവിനോട് സാക്ഷ്യം പറയുന്നത് ഞാൻ അറിയുന്നുണ്ടോ? ഞാൻ ആ അനുഭവത്തിലൂടെ നടത്തപ്പെടുന്നുണ്ടോ? എൻ്റെ പ്രിയപ്പെട്ടവർ ആ അനുഭവത്തിലൂടെ നടത്തപ്പെടുന്നുണ്ടോ? എന്നെ കാണുന്നവർ, എന്നെ കേൾക്കുന്നവർ, എന്നോടുകൂടെ സഹകരിക്കുന്നവർ, എൻ്റെ കൂട്ടായ്മയിലുള്ളവർ, എൻ്റെ ഇടവകയിൽ, എൻ്റെ പള്ളിയിലുള്ളവർ, എൻ്റെ അയൽക്കാർ, എത്ര പേര് ഈ സന്തോഷം അനുഭവിക്കാതെ ദൈവരാജ്യത്തിൽ കടപ്പാൻ അർഹതയില്ലാത്തവരായി പോകുന്നു? കർത്താവെ, അവരോട് ഈ ഇത് പങ്കിടുവാൻ എന്നെ സഹായിക്കണമേ. നമുക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കൂട്ടത്തെ വഹിച്ചുകൊണ്ട്